കുട്ടികൾ മുതൽ വയസ്സായ ആളുകൾക്ക് വരെ ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് റാഗി കൊണ്ടുള്ള പലഹാരങ്ങളായാലും കുറുക്കുകളായാലും എന്തായാലും. അപ്പോൾ അതുപോലെ തന്നെ റാഗി കൊണ്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതും വെള്ളയപ്പത്തിൻ്റെ പോലെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് റാഗിയാണ് കേട്ടോ. അപ്പോൾ അതാദ്യം നല്ല പോലെ കഴുകണം കേട്ടോ. അപ്പം ഞാനൊരു പാത്രത്തിലിട്ടിട്ട് ഇപ്പം ഞാനൊരു കലമാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കലത്തിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. 1-2 പ്രാവശ്യം പോലെ ഒരു 5-6 പ്രാവശ്യമൊക്കെ നല്ല പോലെ ഞരടി കഴിക്കണം കേട്ടോ. അത്രയധികം ഇതിൽ അഴുക്കുകളുണ്ട്. അപ്പോൾ അത് നല്ല പോലെ കഴുകി എടുക്കണം. അപ്പോൾ 2 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചിട്ടൊക്കെയാണ് ഞാൻ ഓരോ പ്രാവശ്യം കഴുകിയത്. ഒരു 5-6 പ്രാവശ്യം ഞാൻ കഴുകി കേട്ടോ. നല്ല പോലെ 2 കൈയും വെച്ച് ഞരടി കഴുകി കേട്ടോ. ഇനി അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് റാഗി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം 4-5 മണിക്കൂർ, കുറഞ്ഞ 4 മണിക്കൂർ കേട്ടോ, അതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. ഇനി ഇതേ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ എടുക്കുന്നത് തന്നെ. അപ്പോൾ ഇതേ നല്ല പോലെ ഒന്ന് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വാറ്റിയിട്ട് നമുക്കൊരു ജാറിലേക്ക് ഇടണം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ കൈ കൊണ്ട് തന്നെ ഇടുവാണേ. 1 ഗ്ലാസ്സാണ് ആകെ ഞാൻ റാഗി എടുത്തിട്ടുള്ളതുകൊണ്ട് ഒറ്റ ടൈം കൊണ്ട് തന്നെ നമുക്കത് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് മുഴുവൻ ഞാൻ ഇട്ട ശേഷം ഇതിലേക്ക് 2 പിടി തേങ്ങയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചരിക്കിയത് എടുത്തിടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര. അപ്പം ഞാൻ അത്യാവശ്യം നല്ലൊരു വലിയ സ്പൂണിൽ 2 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈസ്റ്റ്, അത് നമ്മൾ എടുക്കുന്ന റാഗിയുടെ അനുസരിച്ച് വേണം ഈസ്റ്റ് ഇടാനായിട്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ റാഗി ആയതുകൊണ്ട്, കുതിർത്തതായതുകൊണ്ട് ഭയങ്കരമായിട്ട് നൈസായിട്ടൊന്നും അരഞ്ഞു കിട്ടില്ല. ചെറിയ തരികളൊക്കെ ഉണ്ടാവും. പൊടികൾക്ക് മാത്രമേ അങ്ങനെ ഇല്ലാതിരിക്കുള്ളൂ കേട്ടോ. എന്നാൽ നല്ല പോലെ ഞാൻ അരച്ചിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് പകർത്തുവാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ഉപ്പിടാനായിട്ട്. അത് നമ്മൾ എന്താണെങ്കിലും നമുക്കൊരളവുണ്ടാവും. ആ ഒരളവിനായിരിക്കണം കേട്ടോ എന്തും നമ്മൾ ഇടാനായിട്ട്. നമ്മൾ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ എടുത്തിടാനൊന്നും പാടില്ല. കാരണം വീഡിയോയിൽ പറയുന്ന ആ ഒരു അളവും ചിലപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ അളവും തമ്മിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇനി ഇത് 1 മണിക്കൂറെങ്കിലും അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തതാണ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് വീർത്തിട്ടുണ്ട്. ഇത്തിരി കട്ടി കൂടി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ലൂസാക്കി ഞാൻ അരച്ചതാണ്. അപ്പോൾ ഒന്ന് വീർത്ത് ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു വെള്ളയപ്പത്തിൻ്റെ പാൻ എടുക്കുക. അതിലേക്ക് നമുക്കൊന്ന് ഓയിലൊന്ന് തടവാം. ഇനി ഓരോ കയ്യിൽ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച ശേഷം നമുക്കൊന്ന് ചുറ്റിക്കാം. വേണമെങ്കിൽ മതി, അത് നിർബന്ധമൊന്നുമില്ല. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. സാധാരണ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അത് തന്നെയാണ്. അത് വെള്ളയപ്പം ആണെങ്കിൽ ഇത് നമ്മൾ റാഗി കൊണ്ട് ഉണ്ടാക്കുന്നു, അത്ര തന്നെ വ്യത്യാസമുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റാഗിയപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് മുതൽ വലിയ ആളുകൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന കാലത്തായാലും വൈകുന്നേരമായും പലഹാരമായിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് കറികളൊന്നും ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇതിൽ മെയിൻ കേട്ടോ. റാഗിയുടെ എന്ത് ഇതുണ്ടാക്കുകയാണെങ്കിലും അത് നല്ല ഹെൽത്തിയാണ്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ല, അരച്ചെടുത്തതും കൂടിയാണ്. അപ്പോൾ ഒരു ഇത്തിരിയും കൂടി ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഇത് കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാം, നമ്മുടെ വലിയ ആൾക്കാർക്കും നമുക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇതൊരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും കേട്ടോ. അത്ര ടേസ്റ്റിയാണ്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിരിക്കണം കണ്ടോ. അത് ഞെക്കുമ്പോൾ തന്നെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉള്ളൊക്കെ നോക്കി നല്ല കട്ടിയിൽ നല്ല സ്പഞ്ച് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണേ. മാത്രമല്ല കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ.